ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേത് എന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളവയാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈ വചനത്തിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രബലമായ ചില ധാരണകളെ തകിടം മറിക്കുകയും പലപ്പോഴും ഒരുപാട് വ്യക്തികളും ധരിച്ചു വച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസമെന്ന് പറയുന്നത് ഒരുപാട് ഭാരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്ന്. പലപ്പോഴും ഒരുപാട് വ്യക്തികളും ധരിച്ചു വച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള വിശുദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടും വേദനകളും ആവശ്യമായിരിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള വിശിഷ്യ യുവപ്രായത്തിലൊക്കെയുള്ള വ്യക്തികൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റേതായ ചില അകലം പാലിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കുറേയെങ്കിലുമൊക്കെ വ്യക്തികൾ അകന്നു നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണയാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് പൗലോസ് ശ്ലീഹ ഈ കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള ഈ വാക്യങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള ആത്മീയത എന്ന് പറയുന്നത് അത് ഒരു പിടി അരുതുകളുടെ ആകത്തുകയല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ധാരണയെ ക്രൈസ്തവ വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്ന അനിവാര്യമായ കുറേ അരുതുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് പറയരുത്, ഇത് പറയരുത്, അങ്ങോട്ട് നോക്കരുത്, ഇത് കാണരുത്, ഇത് രുചിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് അരുതുകളെ ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് ക്രൈസ്തവ വിശ്വാസമെന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ധാർമ്മികതയെന്നും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള ആത്മീയതയെന്നും. എന്നാൽ പൗലോസ് ശ്ലീഹ നമ്മോട് പറഞ്ഞു പഠിപ്പിക്കുകയാ, ഈ അരുതുകളല്ല ക്രൈസ്തവ ആത്മീയത. ഈ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേത് എന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിൻ്റേതായ മട്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ലോകത്തിൻ്റെ വസ്തുക്കളെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള ഈ അരുതുകൾ ബാധകമാകുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു ക്രിസ്ത്യാനി ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിക്കുവാനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അത് മനോഹരമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാ, പൗലോസ് ശ്ലീഹ പറയുകയാ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്കല്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
അതാ വചനം പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവ പൈതലിൻ്റെ സന്തോഷത്തിലേക്ക്, ദൈവ പൈതലിൻ്റെ ആന്തരിക സ്വച്ഛതയിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ക്രൈസ്തവ ആത്മീയതയിലൂടെ ഒരു വ്യക്തിയെ വിളിക്കുന്നത്. എന്നിട്ട് നാം വായിക്കുകയെ, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പ്രത്യുത പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളും, ദൈവത്തിൻ്റെ അവകാശികളും ഈശോയുടെ കൂട്ടവകാശികളും. സ്നേഹമുള്ളവരെ, ഒരു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യം, ദൈവം പിതാവായിട്ടുള്ള ഒരു വ്യക്തി, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവമാണ് എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് എന്ന തിരിച്ചറിവ് ലഭിച്ച ഒരു വ്യക്തി. ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എത്ര വലുതാണ്! ഈ ലോകത്തിൻ്റെ സർവശക്തനായ രാജാതിരാജനായ ചക്രവർത്തിമാരുടെയൊക്കെ ചക്രവർത്തിയായ എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം എൻ്റെ രാജാവല്ല, എൻ്റെ യജമാനനല്ല, പിന്നെയോ എൻ്റെ അപ്പനാണ് എന്ന തിരിച്ചറിവിലേക്ക് ഒരു ക്രിസ്ത്യാനി കടന്നു വരുന്നത് ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെയാണ്. ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് ഈ ക്രൈസ്തവ ആത്മീയതയാണ്. ഈ ക്രൈസ്തവ ആത്മീയത പകരുന്ന, ഈ പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്ന ദൈവത്തിൻ്റെ പുത്രസ്വീകാര്യതയുടെ ഈ അനുഭവം, ഈ ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യം ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളല്ല നമുക്ക് നൽകുന്നത്, ഒരു തരത്തിലുമുള്ള അരുതുകളല്ല നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. പ്രത്യുത വലിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയ ഒരു സ്വച്ഛതയിലേക്ക്, വലിയ ഒരു സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുകയും. പക്ഷെ പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് ലഭിക്കാതെ പോകുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പലപ്പോഴും ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിലെ, തിരുസഭയുടെ ചരിത്രത്തിലെ വിശുദ്ധാത്മാക്കളെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെയും ഒരു പരിധിവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഫലമാണ് എന്ന് നാം ഇത് മനസ്സിലാക്കുന്നത്. തിരുസഭയുടെ ചരിത്രത്തിലെ വിശുദ്ധരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളും ചില അനുഭവങ്ങളുമൊക്കെ എടുത്തു കാണിച്ച് അവയെ ഭീമവൽക്കരിച്ച് അതാണ് അവരുടെ ജീവിതം എന്ന ഒരു ധാരണ, അതും ഒരു പരിധിവരെയുള്ള അടിച്ചേൽപ്പിക്കപ്പെടലിൻ്റെയും നിർബന്ധത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് അവർ അത്തരത്തിലുള്ള ജീവിതശൈലി അനുവർത്തിച്ചത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള വികലമായ ചില ചിന്താഗതികളിലേക്ക് നമ്മെ നയിക്കുകയും. പക്ഷേ വാസ്തവത്തിൽ നാം മനസ്സിലാക്കണം, ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി സ്വഭാവത്താലെ സ്നേഹത്തിൻ്റെ ആത്മീയതയാണ്. സ്നേഹത്തിൻ്റെ വലിയ ഒരു ആത്മീയതയും ചിന്താധാരയും ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം ആദ്യം മനുഷ്യനെ സ്നേഹിച്ചു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകിപ്പോലും അവനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനസ്സ് കാണിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ വിളങ്ങി നിൽക്കുന്ന, ദൈവം പ്രകടിപ്പിച്ച സ്നേഹത്തോട് പ്രത്യുത്തരിക്കുവാനുള്ള ഒരു വലിയ വിളിയും തിരിച്ചറിവും സന്നദ്ധതയുമാണ് ക്രൈസ്തവ ആത്മീയതയിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ ഒരു കാരണവുമില്ലാതെ, നമ്മിൽ നിന്ന് ഒന്നും പ്രത്യേകമായി പ്രതീക്ഷിക്കാതെ, വ്യക്തിപരമായിട്ട് നമ്മിൽ നിന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു പരിധി എന്നിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ ഒരു അനുഭവമായത്. എന്നിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, എന്നിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കാതെ, വെറുതെ എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ശുശ്രൂഷിക്കുന്ന ഒരു നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ സംലഭ്യതയിൽ
എന്നെ അപ്രകാരം സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരു വൈകാരികത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമുക്കത് നിഷേധിക്കാൻ സാധിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വെച്ചു പുലർത്തുന്ന ഹൃദയതരമായ എല്ലാ സ്നേഹബന്ധങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാരംഭ ദശയുണ്ട്. ഞാൻ എന്തിനോ വേണ്ടി, ഒന്നിനും വേണ്ടിയല്ലാതെ വെറുതെ സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവം, തികച്ചും നിസ്വാർത്ഥമായ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം, തികച്ചും ത്യാഗനിർഭരമായ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുന്നതിൻ്റെ പിന്നിൽ പോലും കേവലം ജൈവശാസ്ത്രപരമായ ഒരു ബന്ധത്തിൻ്റെ അപ്പുറത്ത് മാതാപിതാക്കൾ എനിക്ക് വേണ്ടി എടുത്ത വേദനയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ ഒരു നേർക്കാഴ്ച അനുഭവമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി സഹിക്കേണ്ടി വന്ന, എനിക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറായ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വേദനയുടെയും ഓർമ്മകൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മ സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മയാക്കി മാറ്റുകയും. ഇത് മാതാപിതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന സ്നേഹബന്ധങ്ങളുടെ എല്ലാം ആരംഭദശയിൽ ഇതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഇന്ന് വരെ ആരും എന്നെ സ്നേഹിക്കാത്ത രീതിയിൽ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വരെ ആരും എന്നെ ശുശ്രൂഷിക്കാത്ത രീതിയിൽ എന്നെ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ, എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് വേണ്ടി എല്ലാം സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ തെറ്റുകളും കുറവുകളും കണ്ട് എന്നെ കുറ്റപ്പെടുത്താതെ, എന്നെ ശാസിക്കാതെ, എന്നെ വഴക്കു പറയാതെ, എന്തിനധികം ഒരു ഉപദേശ വാക്കുപോലും പറയാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിച്ച് എന്നെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്ന, ആ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളവനായ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുവാൻ മാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, എനിക്കെങ്ങനെ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ പറ്റും? അത് മനുഷ്യ സഹജമായ ഒരു സവിശേഷതയല്ല. ഒരിക്കലും ഒരു മനുഷ്യന് അങ്ങനെ ആകാൻ സാധിക്കില്ല. എത്ര ക്രൂരനാകട്ടെ, എത്ര നികൃഷ്ടനാകട്ടെ, സ്നേഹിക്കപ്പെടുന്ന അനുഭവത്തിൽ തരളിതമാകാത്ത മനസ്സുള്ളവൻ അവൻ മനുഷ്യൻ പോലുമല്ല. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവം, ഈശോ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവം എന്തുമാത്രമാണ് എന്ന് വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷത നമുക്ക് എത്ര മനോഹരമായിട്ടാണ് വചനം പറഞ്ഞു തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അഥവാ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അത്രമാത്രം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച ഒരു ദൈവം. ഇനി ആ ദൈവം എന്തിനാണ് നമ്മെ അപ്രകാരം സ്നേഹിച്ചത്? നമ്മെ കുറ്റം വിധിക്കാനല്ല, നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല, നമ്മെ ശാസിക്കുവാനല്ല, നമ്മെ വഴക്ക് പറയാനല്ല, നമ്മെ ഉപദേശിക്കാനല്ല, നമ്മെ നല്ല വഴിക്ക് കൊണ്ടുവരാനുമല്ല, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ ആക്കി തീർക്കുവാനല്ല, പിന്നെയോ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുവാൻ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. സ്നേഹമുള്ളവരെ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു ഈശോയെ നാം ബൈബിളിൽ നമ്മുടെ ക്രൈസ്തവ ആത്മീയതയിൽ കണ്ടുമുട്ടുകയും, ഇതാ വേറെ ഏത് വിശ്വാസത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തെ വ്യത്യസ്തമാക്കുന്ന സംഗതി അതാണ്. വേറെ ഏത് മതവിശ്വാസത്തിൽ നിന്നും മറ്റേത് തത്വശാസ്ത്ര സംഹിതകളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തെ മാത്രം വ്യത്യസ്തമാക്കുന്ന സംഗതി ഇതാരംഭിക്കുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൽ നിന്നാണ്.
വെറുതെ ദൈവം സ്നേഹിക്കുക മാത്രമല്ല, ആ സ്നേഹത്തെ പ്രതി മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ പോലെ ആയിത്തീർന്ന് മനുഷ്യത്വത്തോട് സമന്വയം സ്വീകരിച്ച് മനുഷ്യന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്വയം ദാനമായി മാറിയ ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുകയും നമ്മോട് അത്രമാത്രം ഐക്യം പുലർത്തുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുകയും മനുഷ്യത്വത്തിൻ്റെ സകല നിസ്സാരതകളിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദൈവം. അതുകൊണ്ടല്ലേ ഹെബ്രായ ലേഖനം എത്ര മനോഹരമായിട്ടാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയും സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ ഈശോ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവൻ അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു ദൈവം, മനുഷ്യത്വത്തിൻ്റെ സകല പരിമിതികളിലേക്കും ഇറങ്ങി വന്ന് മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവം. ഈ ഈശോ മനുഷ്യത്വത്തിൻ്റെ എല്ലാ പരിമിതികളിലേക്കും ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവൻ അക്ഷരാർത്ഥത്തിൽ മനുഷ്യനായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ മനുഷ്യത്വത്തോട് സമ്പൂർണമായി ഐക്യം പ്രാപിക്കുന്ന ഈശോയുടെ ഒരു ചിത്രം സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഈശോയുടെ ജ്ഞാനസ്നാനം വിവരിക്കുമ്പോൾ ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, നാം ഇത് മനസ്സിലാക്കണം. അനുതാപത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് കടന്നു വന്ന യോഹന്നാൻ, സ്നാപക യോഹന്നാൻ, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ആ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം വാസ്തവത്തിൽ ആവശ്യമായിരുന്നത് പാപികൾക്കായിരുന്നു. പാപികൾ അനുതപിച്ച് സ്നാനം സ്വീകരിക്കുവാൻ യോഹന്നാൻ ആവശ്യപ്പെടുമ്പോൾ ഇതാ പാപികളിൽ ഒരുവനായി അനുതാപം ആവശ്യമില്ലാത്ത ഈശോ അനുതാപികളുടെ ഇടയിൽ നിന്ന് അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുകയാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പാപികളിൽ ഒരുവനായി മാറുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ മാറ്റം, ഈ ഇറങ്ങിവരവിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ മനോഹരമായി ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് നാം വായിക്കുന്നത്: എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. നമ്മുടെയൊക്കെ പാപാവസ്ഥകളിൽ നിന്ന് നമുക്കൊരു വിടുതലും മോചനവും ലഭിക്കേണ്ടതിന്, നമ്മുടെയൊക്കെ പാപാവസ്ഥയിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യവും സ്വച്ഛതയും ലഭിക്കേണ്ടതിന് ഇതാ ദൈവം തന്നെയായവൻ സ്വർഗത്തിൻ്റെ സകല മഹിമയും വിട്ടുപേക്ഷിച്ച് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ നിസ്സാരതകളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ അനുതാപത്തിൻ്റെ മനോഭാവം സ്വീകരിച്ച് അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആരെല്ലാം ഈ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നുവോ അവരെല്ലാം ഈശോ യഥാർത്ഥത്തിൽ സ്വീകരിച്ച സ്നാനത്തിൻ്റെ ഒരു പൂർത്തീകരണമുണ്ട്. ജോർദാനിൽ ആരംഭിച്ച സ്നാനം ഈശോ പൂർത്തിയാക്കിയത് കാൽവരിയില. അവിടെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ടുള്ള ജ്ഞാനസ്നാനം അവിടുന്ന് പൂർത്തിയാക്കിയെങ്കിൽ ആ ജ്ഞാനസ്നാനത്തിൽ പങ്കുപറ്റുവാൻ ഓരോ വ്യക്തിയും തയ്യാറാവുകയാണ്. ജ്ഞാനസ്നാനമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി അതാ ചെയ്യുന്നത്.
ഈശോയുടെ ആ ഒരു രക്ഷാകരമായ അനുഭവത്തിലേക്ക്, മാനവ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഈശോയുടെ രക്ഷാകരമായ ആ ചരിത്ര സംഭവത്തിലേക്ക് ചരിത്രത്തിലെ എല്ലാ വ്യക്തികൾക്കും ഐക്യപ്പെടാനുള്ള അവസരമാണ് ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ ഈശോ മാനവ ചരിത്രത്തിൽ മനുഷ്യനെ സംലഭ്യമാക്കിയ സ്വർഗത്തിൻ്റെ സകല കൃപാവരങ്ങളും സ്വന്തമാക്കുവാൻ, അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ഒരു വ്യക്തിക്ക് അവസരം ലഭിക്കുകയാണ്. ഈ ലോകം നൽകിയേക്കാവുന്നതായ സുഖങ്ങളെയും നന്മകളെയും ഒക്കെ അതിശയിക്കുന്ന സ്വർഗീയമായ കൃപകളാൽ, സ്വർഗീയമായ നന്മകളാൽ, സ്വർഗീയമായ ആനന്ദത്താൽ ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ആ വ്യക്തി ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയിലേക്ക് കടന്നു വരാൻ വേണ്ടി, ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുമ്പോൾ, അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക് സ്വർഗത്തിൻ്റെ സകല കൃപകളും, സ്വർഗത്തിൻ്റെ സകല നന്മകളും, സ്വർഗത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുവാനുള്ള വലിയ അവസരമാണ് ഒരു വ്യക്തി ക്രൈസ്തവ ആത്മീയതയിലൂടെ സ്വന്തമാക്കുന്നത് എന്ന തിരിച്ചറിവ് ക്രൈസ്തവ ആത്മീയതയുടെ ആനന്ദ കാരണമെന്ന് പറയുന്നത്. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന ഭൗതിക നേട്ടങ്ങളല്ല. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാമെന്ന് നാം വിചാരിക്കുന്ന ശാരീരിക സൗഖ്യങ്ങളല്ല. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചേക്കാവുന്ന ഈ ലോകത്തിന് നന്മകളോ സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈശോ ഉറപ്പ് നൽകുന്ന ഏക അനുഗ്രഹം അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ പരിശുദ്ധാത്മ അഭിഷേകം ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്ന സ്വർഗീയമായ ആനന്ദമുണ്ട്, സ്വർഗീയമായ അഭിഷേകമുണ്ട്, സ്വർഗീയമായ വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഈ സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ക്രൈസ്തവ ആത്മീയതയുടെ ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമല്ല, പിന്നെയോ ഒരു നേട്ടമാണ്. ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത് ഒരു വേദനയുടെ അനുഭവമല്ല, പിന്നെയോ സ്നേഹത്തെ പ്രതിയുള്ള ഒരു സമർപ്പണമാണ്. സ്നേഹത്തെ പ്രതിയുള്ള ഒരു സമർപ്പണമാണ്. എപ്പോഴാണോ വിശ്വാസത്തിൻ്റെ അനിവാര്യമായ നിബന്ധനകൾക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അത് സ്നേഹത്തെ പ്രതിയാകുമ്പോൾ അത് ആനന്ദമാണ്. ഈ ആനന്ദം, ഈശോ എന്നെ സ്നേഹിച്ചു, എന്നുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പാപാവസ്ഥയോട് ഐക്യപ്പെട്ട് എനിക്ക് വേണ്ടി പീഡ സഹിച്ച്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, എനിക്ക് വേണ്ടി രക്തം ചിന്തി, എനിക്കൊരിക്കലും പ്രാപ്യമല്ലാതിരുന്ന സ്വർഗീയമായ രക്ഷ എനിക്ക് സംലഭ്യമാക്കി എന്ന വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത എന്നിൽ ഒരു സ്നേഹത്തിൻ്റെ വൈകാരികത സൃഷ്ടിക്കുകയാണ്. എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, അവനോട് ഐക്യപ്പെടാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെ അവനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൻ്റെ രക്ഷയിൽ സ്വർഗീയമായ നന്മകളിൽ ഞാൻ ഭാഗവാക്കാവുകയും. ഇത് വലിയ ഒരു സ്വർഗീയമായ ആനന്ദത്തിൻ്റെ അനുഭവമാണ്. ആരെല്ലാം ഈ സദ്വാർത്ത സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, ഇതൊരു ബാഹ്യമായ നിബന്ധനയുടെയോ നിർബന്ധത്തിൻ്റെയോ ഫലമായിട്ടല്ല, പിന്നെയോ ആന്തരികമായ ഒരു പരിവർത്തനത്തിൻ്റെ ഫലമായിട്ട്, ഞാൻ ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് കടന്നു വരുമ്പോൾ അത് വലിയ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് മാറുകയും, ഈ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്നേഹമുള്ളവരെ ഈശോ നമ്മെ വിളിക്കുന്നത്. ഇതൊരു പുനർസമർപ്പണത്തിൻ്റെ ആഹ്വാനമാണ്. ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുവാനുള്ള ഒരു ഉൾവിളി. ഈ കൃപ സ്വീകരിച്ച് ഈ ലോകത്തിൽ തന്നെ സ്വർഗീയമായ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.